ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് കിഡിലൻ ഗുലാബ് ജാമുനായിട്ട്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് മാത്രം മതി കേട്ടോ. ബ്രെഡ് എടുക്കുക, ഒരു 10 ബ്രെഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ബ്രെഡിൻ്റെ ആ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ആ കട്ട് ചെയ്ത് മാറ്റിയ സൈഡ് നമ്മൾ വേസ്റ്റാക്കി കളയണ്ട. അത് നമുക്ക് ബ്രെഡ് ക്രബ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ട് വേറെ സ്നാക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിതാ ഇതുപോലെ അങ്ങനെ പിച്ചിട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ബൗൾക്ക് മാറ്റണമെന്നില്ല, ഞാനിപ്പോൾ ഒരു ബൗൾക്ക് മാറ്റിയിട്ട് ആക്കുന്നത് മാത്രം. നമുക്ക് ഇത് ഇനിയിപ്പോൾ കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ബൗൾക്ക് മാറ്റിയത്. നിങ്ങൾ ഏതിലാണ് എടുക്കുന്നത് വെച്ചാൽ അതിൽ അങ്ങനെ ആക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതിനാക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്കതൊരു ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിൽ അധികം ലൂസില്ലാതെ നമുക്ക് അത് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് പാലെടുത്തിട്ടൊന്നും അങ്ങനെ ഇതുപോലെ കുഴച്ച് വയ്ക്കുക. ഇത് കുഴച്ചെടുത്തിട്ട് അപ്പോൾ കുറച്ചും കൂടി പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുഴച്ച് നല്ല മിക്സാക്കി കൈകൊണ്ട് നല്ല നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ ലൂസ് ആവാതെ ചപ്പാത്തി മാവ് എങ്ങനെ നമ്മൾ എടുക്കുക അതേപോലെ നമുക്ക് ആയി കിട്ടണം കേട്ടോ. ലൂസില്ലാതെ അപ്പോൾ ഞാൻ കുഴച്ച് കറക്റ്റ് ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയൊരു ബൗളാക്കിയിട്ട് മാറ്റാം. അങ്ങനെ ആക്കുന്ന സമയത്ത് കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് നമ്മൾ ഈ ബ്രെഡ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അതങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കൈമ അങ്ങനെ ഒട്ടില്ല. അങ്ങനെ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു ബൗൾ അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് സൈസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി തന്നെ ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വലുതാക്കണ്ട. ഗുലാബ് ജാമിൻ്റെ സൈസ് എങ്ങനെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് ആ 10 ബ്രെഡിൽ 10 പീസാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആക്കി എടുത്തിട്ട് എനിക്കിതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് കുറച്ച് കൂടുതൽ എടുക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഓയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 10 എണ്ണം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത്, കാരണം സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ട്രിപ്പ് തന്നെ ഫ്രൈ ആക്കി എടുക്കാനുള്ളതല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടാൽ മതി, ഹൈയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എപ്പോഴും മീഡിയത്തിലിട്ട് ഒരുപാട് കരിയിക്കണ്ട. ആ ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഫ്രൈ ആയി കിട്ടണ്ട. അപ്പോൾ ഇതുപോലെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ കളർ ചേഞ്ച് ആവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞു പോവും. ഇപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർക്ക് കുറച്ച് വെള്ളം, നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ആയതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കയുടെ പൊടിയാണ്. ഏലക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുകി ഡ്രൈ ആയതിനു ശേഷം ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ റോസ് വാട്ടറാണ് ഒരു ടേബിൾ സ്പൂൺ കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇനി അതൊന്ന് തിളച്ച് ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും കേട്ടോ. അത് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം നമ്മൾ എത്ര ഗുലാബ് ജാമുൻ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ഗുലാബ് ജാമുനൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മളത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് ഇത് സോഫ്റ്റായിട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 1 മണിക്കൂർ കറക്റ്റ് വെച്ചിട്ടില്ല, കാരണം കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് അത് നടക്കില്ല. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും സ്വീറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂറാണ് വെച്ചത് കേട്ടോ. 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ടിർ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതിൻ്റെ ആ ഷുഗർ സിറപ്പ് ആണെങ്കിലും നല്ല, അത് മാത്രം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് എപ്പോഴും വീട്ടിലതാണ്, നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടികൾ ചോദിച്ച് വന്നുകൊണ്ടാണ് ഞാൻ 1/2 മണിക്കൂർ വെച്ചത്. നിങ്ങൾക്ക് 1 മണിക്കൂർ അങ്ങനെ വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.